പ്രായം കുറഞ്ഞ ജില്ലയായ പത്തനംതിട്ടയിൽ 5 സീറ്റുകളാണുള്ളത്. തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ. 1980കളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ നായർ പിന്നീട് കോൺഗ്രസിൽ ചേരുകയും അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ രൂപീകരിച്ച ജില്ലയാണ് പത്തനംതിട്ട. ഇത് ചെയ്യുമ്പോൾ ലീഡറുടെ മനസ്സിൽ ഈ പുതിയ ജില്ല എന്നെന്നും കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഒപ്പം നിൽക്കുമെന്നും കരുതിയിരുന്നു. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് ചേക്കേറിയപ്പോൾ ഈ ജില്ലയിലെ അന്തിമ ഫലങ്ങൾ രാഷ്ട്രീയ കേരളത്തിന് തന്നെ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇവിടെ 5-ൽ 5ഉം നേടി LDF ഒരു തികഞ്ഞ തൂത്തുവാരലാണ് നടത്തിയത്. എന്നാൽ 3 കൊല്ലങ്ങൾക്കിപ്പുറം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയത്തിനും വക നൽകാതെ കോൺഗ്രസിന്റെയും UDFിന്റെയും സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി തന്റെ 3ാമത്തെ വിജയം ഉറപ്പാക്കിയത് ഈ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് നേടിക്കൊണ്ടാണ്. ഡിസംബറിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തലത്തിലും കോൺഗ്രസിനും UDFിനും വൻ നേട്ടങ്ങളാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3 മണ്ഡലങ്ങളാണുള്ളത്: റാന്നി, ആറന്മുള, തിരുവല്ല. ഏറെക്കാലമായി മലയോര പ്രദേശമായ റാന്നി കയ്യിൽ കൊണ്ടു നടന്നത് ഇപ്പോഴത്തെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ്. 2021-ൽ സീറ്റ് വിഭജന വേളയിൽ റാന്നി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേടിയെടുക്കുകയും അവിടെ നിന്ന് നവാഗതനായ പ്രമോദ് നാരായണൻ വ്യക്തമായ ലീഡോടുകൂടി വിജയിക്കുകയും ചെയ്തു. ഡിസംബറിൽ ഈ ലീഡ് കവച്ചുവെച്ചുകൊണ്ട് 10,927 വോട്ടുകളോടുകൂടിയാണ് മുന്നിലെത്തിയത്. കഴിഞ്ഞ 2 വട്ടമായി MLA ആയി സേവനമനുഷ്ഠിക്കുന്ന വീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുളയിലും UDF അക്ഷരാർത്ഥത്തിൽ LDFിനെ ഞെട്ടിക്കുകയായിരുന്നു. 13,572 അധിക വോട്ടുകളാണ് UDF ആറന്മുളയിൽ നേടിയത്. അതേപോലെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വോട്ടിംഗ് രീതി നമ്മൾ ഡിസംബറിൽ കണ്ടത് തിരുവല്ലയിലാണ്. സോഷ്യലിസ്റ്റ് നേതാവായ മാത്യു ടി തോമസ് ഏറെക്കാലമായി ഈ ഭാഗങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നേതാവാണെങ്കിലും അവിടെയും LDFിന് 6,725 വോട്ടുകൾക്ക് അടിതെറ്റുകയായിരുന്നു. ഇത് UDF ക്യാമ്പിൽ ഏറെ ആവേശമാണ് പടർത്തിയത്. എന്നാൽ ഇതിലുപരി അവർക്കേറെ സന്തോഷം നൽകിയത് കോന്നിയിലും അടൂരിലും നേടിയെടുക്കാൻ സാധിച്ച ലീഡാണ്. കോന്നിയിൽ UDF 324 വോട്ടുകളോടെ ലീഡ് ചെയ്തപ്പോൾ അടൂരിൽ ഈ ലീഡ് 618 ആയിരുന്നു. ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഏപ്രിലിൽ UDFിന് അനുകൂലമായ ഒരു വിധി തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകുക എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ മലപ്പുറത്തിനും എറണാകുളത്തിനും പിന്നിലായി സംസ്ഥാനത്തെ 3ാമത്തെ ജില്ലയാകും UDF തൂത്തുവാരുക. കൊല്ലം ജില്ലയിലെ കണക്കുകളുമായി നമുക്ക് നാളെ കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.